സാരംഗ് പോയി അല്ലേ? യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങോട്ടാണെന്ന് നിന്നോട് പറഞ്ഞില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ സാരംഗ് പോയിരിക്കുന്ന സ്ഥലം ഒരിക്കലും അവന് നിന്നോട് പറയാൻ പറ്റില്ല. അതെന്താ? മോളെ മൈഥിലി, കുട്ടിച്ചന്റെ ഭാഗത്തു നിന്നൊരു തെറ്റുപറ്റി. അന്ന് യാമി മലേഷ്യയിൽ പോകുന്നതായി നീയും സാരംഗും തമ്മിലൊരു തർക്കം നടന്നപ്പോ യാമി എന്നേക്കുമായി നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ യാമിയെ പറഞ്ഞയക്കുന്നതാ നല്ലതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. അവിടെ കുട്ടിച്ചന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു. കുട്ടിച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? സാരംഗ് പോയിരിക്കുന്നത് മായാ മഹേശ്വരിയും യാമിയും ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. കുട്ടിച്ച, ഞാൻ അറിഞ്ഞു. നിന്നോട് പലതവണ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അവസാനം പറയണമെന്ന് തീരുമാനിച്ചു. കാരണം ചതിക്കപ്പെടുന്നത് നീ ഇനി അറിയാതിരുന്നൂടാ. യാമി മോളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സാരംഗിന് എന്നോട് പറയാറുന്നല്ലോ. നിന്നോടും പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ഈ യാത്രയിൽ അയാൾക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നുള്ളതല്ലേ? അമ്മയിൽ നിന്നും വേർപെടുത്തിയ ഒരു കുഞ്ഞ്, എവിടെ നിന്നോ വന്ന് അവളെ സ്നേഹിക്കുന്ന ഒരുത്തി, അവരുടെ കൂടെ ചേരാൻ സാരംഗിനൊരു യാത്ര, എല്ലാം കൂടി കൂട്ടി വായിച്ച ഇതൊരു നല്ല ലക്ഷണം അല്ലല്ലോ മൈഥിലി. എന്നെ കാണിക്കാൻ വേണ്ടി മായാ മഹേശ്വരിയോട് സാരംഗ് ചിലപ്പോൾ അടുപ്പം കാണിച്ചേക്കാം. പക്ഷെ അത് വിഡ്ഢിത്തം പറയാതിരിക്കെ. നിന്നെ പോലൊരു പെണ്ണിനെ വലിച്ചെറിഞ്ഞവന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് നിനക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ മൈഥിലി, സാരംഗിന്റെ മനസ്സിൽ നീ ഇരുന്ന സ്ഥാനത്ത് മായാമഹേശ്വരി ചവിട്ടി കയറിയിരിക്കുന്നു. കുറച്ചും ഭ്രാന്ത് പറയാതിരിക്കുക. കാര്യങ്ങൾ അല്പം മുമ്പേ കൂട്ടി വായിച്ചെടുക്കാനുള്ള പ്രായം എനിക്കുണ്ട്, അനുഭവവും. സാരംഗ് നീയും ഞാനും കണ്ടതിനേക്കാ ബുദ്ധിരാക്ഷസനാ. ഒരുപക്ഷെ നിന്റെ മകളിനി തിരിച്ചു വരുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. കുട്ടിച്ചൻ എന്തൊക്കെയാ പറയുന്നത്? യാമി വരാതിരിക്കാനോ? എന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയും? ആരാ അവളെ തടഞ്ഞു നിർത്തുന്നത്? കുഞ്ഞു മനസ്സാണ്. അമ്മയോട് വൈരാഗ്യം കുത്തി നിറച്ചിരിക്കുന്ന ആ മനസ്സില് മായാമഹേശ്വരി കാണിക്കുന്നത് എന്തും സ്നേഹത്തിന്റെ ലക്ഷണമായിട്ടേ വരും. സാരംഗിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമല്ലേ? അച്ഛനൊരു കൂട്ടുണ്ടാവണ്ടേ മോളെ എന്ന് ചോദിക്കുന്നതിലും നല്ലത് നിനക്ക് മായാമഹേശ്വരിയുടെ സംരക്ഷണം എന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നതല്ലേ? ഞാനിപ്പോ തന്നെ സാരംഗിനെ വിളിക്കട്ടെ കുട്ടിച്ച? എന്തിന്? ഒരു കള്ളം പറയാൻ അവന് ബുദ്ധിമുട്ടുണ്ടാവൂ? അവൻ ഏതെങ്കിലും വൻകിട ബിസിനസ് മീറ്റിന്റെ കാര്യം പറയും, അതിനാണ് പോയതെന്ന് തർക്കിക്കും. പക്ഷേ മലേഷ്യ എനിക്കറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. ഒന്ന് ശ്രമിച്ചാ സാരംഗ് എവിടെയാണ്, എന്ത് ചെയ്യാണെന്നൊക്കെ ഓരോ മിനിറ്റിന്റെയും റെക്കോർഡുകൾ എനിക്ക് കിട്ടും. കുട്ടിച്ച, സാരംഗ് പോയിരിക്കുന്നത് അവരുടെ അടുത്തേക്കാണെങ്കിൽ കൂടുതൽ സംശയിക്കാനൊന്നുമില്ല. പക്ഷെ അവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. സാരംഗിന് ഏത് വഴിക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തന്നിട്ട്. അതല്ലെങ്കിൽ സാരംഗിനോടും മായാമഹേശ്വരിയോടും എനിക്ക് കണക്കുകൾ പലതും പറയേണ്ടി വരും. എങ്കിലും അതിന് തന്നെ തയ്യാറായിക്കോ നീ. ഒരുപക്ഷെ ഒന്നിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പോടെ ആണോ സാരംഗും മായാമഹേശ്വരിയും തിരിച്ചെത്തുക എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. വേണ്ട കുട്ടിച്ച, എനിക്ക് കേൾക്കണ്ട. മായാമഹേശ്വരി ആദ്യം കണ്ട നിമിഷം മുതൽ എന്തോ ഒരു അപകടം എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. എന്റെ കുടുംബം തകർന്നു പോവാണോ കുട്ടിച്ച? എന്താ ഇത്? അവനെ പോലൊരു നീചന്റെ മുമ്പിൽ തോൽക്കാനുള്ളവളാണോ നീ? പൊരുതി നിൽക്കണം, വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പു വേണം. അവനവന്റെ സമ്പത്തോണ്ട് കളിക്കട്ടെ. നീ മറുപടി പറയേണ്ടത് നിന്റെ മനക്കരുത്തോണ്ടാ മോളെ.
എവിടെ നോക്കിയാ നടക്കണേ? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? എൻജോയ് ചെയ്തോ നീ? പിന്നില്ലാതെ. ഒന്നാമത്തെ കാര്യം, ഇത്രയും ദൂരം ഞാൻ കാറിൽ യാത്ര ചെയ്തിട്ടില്ല. പിന്നെ എന്തോരം വലിയ വലിയ കടകളാ. അവിടെ ഞാനും ഡ്രസ് എടുക്കാൻ പോകുന്നത് ഒരു സ്മിത ടെക്സ്റ്റൈൽസിലാ. ഒരു ചെറുത് അവിടെയാ. രഞ്ജിത്തെ, ഞാൻ കരുതി തിരിച്ചെത്തി കഴിയുമ്പോഴേ ഇത്രയും ബോറടിച്ച ദിവസം വേറെ ഉണ്ടായിട്ടില്ലെന്ന് പറയുമെന്ന്. ഭാഗ്യം, നമ്മളെ രക്ഷപ്പെട്ടു. എന്തായാലും ഇനി വീക്കെൻഡിന് നമുക്ക് ഇതുപോലെ ഒരു കറക്കം പ്ലാൻ ചെയ്യാം. പക്ഷെ ഇന്ന് നമ്മൾ ഒരു കാര്യം വിട്ടു, ഒരു സിനിമ. നിനക്ക് സിനിമയ്ക്ക് ഇഷ്ടാണോ? ആ, ഞാൻ ടിവിയിൽ കാണാറുണ്ട്. തിയേറ്ററിൽ പോയി കാണാറില്ലേ? തിയേറ്ററിൽ പോയി പടം കണ്ടത് ഒരു 2 വർഷം മുമ്പായിരിക്കും. അത് മേച്ചിറിലെ ഗീത ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരെയും കൂടെ കൊണ്ടുപോയതാ. ഇവളുടെ കഥകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെയാ. നീ ചെല്ലേ. വീട്ടിലൊരാള് വരുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ? അതിവിടെ നിന്നോട്ടെ. ആ കുട്ടിക്ക് എന്തെങ്കിലും സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യ. ഇതെന്താ ഈ വിരിച്ചിട്ടിരിക്കുന്നേ? വെറുതെ. അതല്ലല്ലോ, എന്തോ കാര്യമുണ്ടല്ലോ. ഏതെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടോ? അതല്ല ചേച്ചി, ഇത്രയും ഡ്രസ്സൊക്കെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല, അതാ. വീട്ടിലാകുമ്പോ ഓണത്തിന് വിഷുവിന് എടുക്കും. പിന്നെ കോളേജിൽ ചേർന്നപ്പോ 1-2 ജോഡി, അത്രയൊക്കെ ഉള്ളൂ. അതെ, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഇല്ലായ്മകളൊന്നും പറയണ്ട. വല്ലാതെ വിഷമാവുന്നടി. ഇതിനൊക്കെ ഒരുപാട് കാശ് ചെലവായില്ലേ ചേച്ചി? രഞ്ജിത്തേട്ടൻ കാർഡ് എടുത്ത് കൊടുത്തപ്പോ കാശ് എത്രയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. ഇത്ര വിലയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ നിനക്ക് യോഗ്യതയുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അമ്മ അന്ന് കരഞ്ഞു പറഞ്ഞോണ്ട് എന്നൊരു ബാധ്യതയായിട്ടാണോ കാണുന്നത്? ഞങ്ങളുടെ പെരുമാറ്റത്തില് അങ്ങനെ തോന്നിയോ? ഏയ്, അങ്ങനെയല്ല. നീ ഇപ്പൊ ഞങ്ങൾക്കൊരു ബാധ്യതയല്ല. ഞാനും രഞ്ജിത്തും കൂടെ തീരുമാനിച്ചതേ നിന്നെ അങ്ങ് വളർത്താനാ. ഞങ്ങൾക്ക് ഏതായാലും കുട്ടികളില്ലല്ലോ. ആ സ്ഥാനത്ത് നീ ഇരുന്നോട്ടെ. ഇതൊക്കെ അങ്ങ് എടുത്തു വെക്കാൻ നോക്ക്. ഓ, അവസാനം ചെറുതാണെങ്കിലും ഒരു ട്രിപ്പിന് പോകണുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഫാദർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അത് ഇന്നലെ ഞാൻ അരുണിന്റെ പേഴ്സില് മൈഥിലി മാമിന്റെ ഫോട്ടോ കണ്ടു. എന്റെ കുഞ്ഞെ, അവനത് വെച്ചിട്ട് കുറെ കാലമായി. പറഞ്ഞു. ആദ്യം ഫാദറിന്റെ ഫോട്ടോ ആയിരുന്നു എന്ന് പറഞ്ഞു. ഫോട്ടോ മാറ്റിയപ്പോ ഫാദർ പറഞ്ഞ മറുപടിയും പറഞ്ഞു. ഒരു കാര്യം സത്യമാണ് മോളെ, ദൈവത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ തൊട്ടടുത്ത മനുഷ്യരില്ല. നമുക്ക് ചുറ്റുപാടും മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അതിലാരാണ് ദൈവമെന്നും നമ്മൾ തിരഞ്ഞെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണം. ഞാനിത് പറഞ്ഞെന്താന്നറിയോ? ഞാനത് എടുത്ത് ചോദിച്ചത് തെറ്റായി പോയോ എന്നൊരു തോന്നല്. അവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ ഞാൻ ചോദിക്കണ്ടായിരുന്നു. പ്രത്യേകിച്ചും മൈഥിലി മാമിനെ കുറിച്ചാവുമ്പോ. മാമിനെ കുറിച്ചൊരു ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന് വിവാഹത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതാ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഏറ്റവും അടുത്ത ഒരാളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹം അത് ചോദിച്ചത് കൊണ്ട് അവൻ അങ്ങനെ പ്രത്യേകിച്ച് തോന്നാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴാ കാര്യങ്ങൾ വഷളാവുന്നത്. അപ്പോ കുഴപ്പമില്ലല്ലേ? ഇല്ല കുഞ്ഞെ, അവന്റെ മനസ്സ് നന്നായിട്ട് വായിച്ചെടുക്കാൻ കഴിഞ്ഞാ പിന്നെ മോൾക്ക് ഈ തോന്നൽ തന്നെ ഉണ്ടാവില്ല.
എടാ നിനക്കിപ്പോ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്കറിയില്ലേ? അങ്ങനെ ഇപ്പൊ ഫാദർ പോയി മേടിക്കണ്ട. ഒരു യാത്ര ഉള്ളപ്പോൾ അതിന്റെ ഇടയിൽ ഓരോന്നും. യാത്ര വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പ്ലാൻ ചെയ്യാവുന്നതല്ലേ? അങ്ങനെയാണോ ഫാദറിന്റെ കാര്യം? ഓ മതി, രണ്ടാളും പോകാൻ നോക്ക്. അതെ, ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ ചുമ്മാ കറങ്ങി നടക്കരുത്. ഓ പിന്നെടാ അതിന്റെ ഒരു അച്ചടക്കം പഠിപ്പിക്കൽ. ഞാൻ ഏതായാലും മൈഥിലി മാമിനെ കണ്ടിട്ടേ പോവുള്ളൂ. അവിടെ എന്താ സിറ്റുവേഷൻ എന്നറിയാലോ. യാമി മോളുടെ കാര്യം അത്രയ്ക്ക് അലട്ടുന്നുണ്ട് മാമിന്. എന്തായാലും കണ്ടൊന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. ശരി ഫാദർ. ഓ വാ. ഹലോ, ഇതെന്തോ ഈ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ലടോ. ആ അത് കള. നമ്മൾ ഇന്ന് പർച്ചേസിന് പോയപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു ബ്ലാക്ക് ഔട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്താ കാര്യം? താനിവിടെ ഇരുന്നേ. താൻ മൈഥിലിയോട് ഷെയർ ചെയ്യില്ലെങ്കിൽ, സാരംഗിനോട് ഒരു കാരണവശാലും ചോദിക്കില്ലെങ്കിൽ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. വല്ലാത്ത നിബന്ധനകളാണല്ലോ. എന്താ കാര്യം? കേൾക്കട്ടെ. മായാ മഹേശ്വരി യാമിമോളെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം സാരംഗിന് പെട്ടെന്നൊരു വിദേശയാത്ര വരുന്നു. അതും മായാ മഹേശ്വരി പോയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേടോ? ഉണ്ടോ? സാരംഗിന്റെ ഈ യാത്ര വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത്, അതോ മുൻകൂട്ടി തീരുമാനിച്ച് വളരെ വൈകി പറഞ്ഞതാണോ? എനിക്കറിയില്ല. കാര്യങ്ങള് നമ്മൾ സംശയിച്ചു തുടങ്ങിയ അവസ്ഥയിലേക്ക് പോവാണോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ വയ്യ. പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമില്ല. അതാർക്കും ഇല്ലല്ലോ. അവര് പലപ്പോഴും സാരംഗിന്റെ പേഴ്സണൽ വിഷയങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം ഷാർപ്പായിട്ടാണ്. ഒരു വല്ലാത്ത സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ. സാരംഗാണെങ്കിൽ അതിന് തടസ്സവും പറയുന്നില്ല. നോക്ക് രഞ്ജിത്തെ, നമുക്കറിയാവുന്ന നിലയ്ക്ക് മായാ മഹേശ്വരി ഒരു കോടീശ്വരിയാണ്. പണക്കാരിയായ ഒരു പെണ്ണിനോട് സാരംഗിനൊരു പ്രത്യേക അടുപ്പം ഉണ്ടാവും. അവസാനം നമ്മളിതൊക്കെ കൂട്ടിക്കൂട്ടി വായിച്ചിട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടുവോ? അല്ലടോ, വെറുതെ എനിക്ക് അങ്ങനെ ഒരു തോന്നല് വരില്ല. സംതിങ് റോങ്. സാരംഗിനോട് ചോദിക്കാനും പാടില്ല, മൈഥിലി അറിയാനും പാടില്ല. നമ്മളിതെങ്ങനെ ക്ലിയർ ചെയ്യും? ഓഫീസിൽ എന്റെ ഇടതും വലതും അവരുണ്ടല്ലോ. വാച്ച് ചെയ്യാൻ എളുപ്പ. ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് സാരംഗിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. അയാൾ അത് അനുവദിച്ചു തരുകയില്ല. പക്ഷേ ആ കുടുംബം ഇല്ലാതായി പോകരുത്. മൈഥിലിയോട് നമുക്കൊരു കടമയുണ്ട്. ഉണ്ട്. നമുക്കൊരു ചെറിയ പ്രശ്നം വന്നാ മൈഥിലി കൂടെ വന്നിരിക്കും, ഒരു കാവല് പോലെ. അതവൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്കും പറ്റണം. അറ്റ്ലീസ്റ്റ് യാമിമോൾക്ക് മൈഥിലിയോടുള്ള അകൽച്ച മാറ്റിയെടുക്കാനെങ്കിലും നമുക്ക് പറ്റണം. അവർ ഈ ട്രിപ്പ് കഴിഞ്ഞെങ്കിൽ വരട്ടെ, നമുക്ക് നോക്കാം. യദുകുട്ടാ, അമ്മ എവിടെ? അമ്മ കിടക്കുക. എന്തു പറ്റി? ഇന്നലെ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ല. സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ബഹളം വെച്ച് കുറെ കരിഞ്ഞു. ഈ അമ്മയുടെ കാര്യം ഓർത്തിട്ടാവും. ഞാൻ ചെന്ന് പറയാം അരുണങ്ങൾ വന്നിരിക്കുന്ന. മോനെ, അമ്മ ഉറങ്ങുവാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട. അത് സാരമില്ല. എന്തു പറഞ്ഞാടോ? മാമിനെ ഒന്ന് സമാധാനിപ്പിക്ക. നമ്മൾ എന്തു പറയാനാ? പരസ്പരം പിരിഞ്ഞേക്കുവാണെങ്കിലും കൂടുതൽ പ്രതിസന്ധികളൊന്നുമില്ലാന്ന് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇടപെടാൻ വേറെ ചില ആളുകളുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളും. എന്താ രണ്ടുപേരും കൂടെ? ഇല്ല മാം, ചുമ്മാ ഇറങ്ങിയതാ. എന്തായാലും കിട്ടുന്ന സമയം കൊണ്ട് സ്നേഹം കൂട്ടി എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കൂടെ നിനക്ക്?
ഇവിടേക്ക് എപ്പോ വേണമെങ്കിലും വരാവുന്നല്ലേ. ഞങ്ങൾ പോകുന്നുണ്ട് മാം. പക്ഷെ ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞപ്പോ ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ ഒരു കുഴപ്പമില്ല. യാമി മോൾ ടൂർ പോയിരിക്കുന്നു. സാറിങ്ങനെ ഒരു ബിസിനസ് ടൂർ. ഞാനീ യദുക്കുട്ടൻ ഇവിടെയുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ബഹളവും. ഇതൊക്കെ മാം ഞങ്ങളുടെ മുമ്പിൽ വെറുതെ പറയുന്നല്ലേ? സത്യത്തില് മാമിന് സങ്കടമില്ലേ? സങ്കടത്തിന്റെ വിഹിതം വാങ്ങാൻ വന്നാണോ നിങ്ങള്? എന്നാ തരില്ലാന്ന് ഞാൻ വാശി പിടിക്കും. നോക്ക്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലെപ്പോ അത് ഇതുപോലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചും അതിൽ ടെൻഷനായിട്ടും ഇല്ലാതാക്കരുത്. മാം, കാര്യങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും കേൾക്കുന്നതിനൊരു സമാധാനമില്ല. സാരംഗ് സാറ് കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറണമായിരുന്നു. സാരംഗിന്റെ ചുറ്റുവട്ടത്ത് സാരംഗിനേക്കാൾ മാന്യനായിട്ട് വേറെ ആരുമില്ല. പിന്നെ എന്നോടുള്ള പെരുമാറ്റം അതിപ്പോ ഞങ്ങൾ 2 പരിചയക്കാർ മാത്രമല്ലേ. തോന്നുമ്പോ മുഷിയാം, വഴക്കടിക്കാം. ആ, നിങ്ങളിരിക്കേ. എന്താ കുടിക്കാൻ വേണ്ടേ അത് പറ. ഒന്നും വേണ്ട മാം. ഏറ്റവും അസഹ്യായ കാര്യം എന്താണെന്നറിയോ? നമുക്കൊരു സങ്കടം വരുമ്പോ നമ്മളെക്കാൾ സങ്കടത്തില് കുറച്ചുപേർ അടുത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഗുണമുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ നമ്മുടെ പരിക്കുകളും കുറച്ച് മാറും. ഞങ്ങൾ വന്നത് ശല്യമായോ? ബെസ്റ്റ്. ഞാൻ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ നീ അത് മനസ്സിലാക്കി കളഞ്ഞല്ലോ. എടാ, നിങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താ അത് പറ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയുടെ കൂടെ ഒരു ഔട്ടിംഗ് ഉണ്ട്, ഒന്ന് പൊന്മുടി വരെ. അവര് കുറച്ച് ദൂരെയുള്ളവരാ. അതുകൊണ്ട് പൊന്മുടിയൊക്കെ അവർക്ക് വലിയ വലിയ സ്ഥലങ്ങളാ. പിന്നെന്താ? പിന്നെ അവരുടെ ഒരു ഡിന്നർ. പിന്നെ വീട്ടിലേക്ക് വേണം. അപ്പൊ രണ്ടുപേരും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. കൂടെ വരുന്ന സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു ദിവസം ആസ്വദിക്കാൻ നോക്ക്. സ്നേഹ, ഇനിതേ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഇവൻ വിളിച്ചാലും നീ വരാൻ നിൽക്കണ്ട. ഇറങ്ങിക്കോ രണ്ടാളും. മാം, ചെല്ലങ്ങോട്ട്. ഞാൻ അങ്ങനെ വീണൊന്നും പോവില്ല. വേറെ ആരും ഇല്ലെങ്കിലും ഇവനുണ്ട്. ഇവന് ഞാൻ വേണം. ശരി, ഞാൻ വിളിക്കാം. വാ. അമ്മ, ഞാൻ മുറി വരുമ്പോ അമ്മ കരയായിരുന്നല്ലേ? പിന്നെ എങ്ങനെയാ അമ്മേ അവരെ മുന്നിൽ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുന്നേ? അമ്മ അവരുടെ മുമ്പിൽ കരഞ്ഞാല് അവർക്ക് സങ്കടം വരില്ലേ? പിന്നെ അവരുടെ ഈ യാത്രയിൽ എന്തെങ്കിലും രസം ഉണ്ടാവോ? അവരുടെ ഈ ദിവസം തന്നെ പോവില്ലേ? കുറേ വലുതാവുമ്പോ ചിലപ്പോ ചിരിച്ചുകൊണ്ട് കരയേണ്ടി വരും, കരഞ്ഞുകൊണ്ട് ചിരിക്കേണ്ടിയും വരും. അതിന്റെ പേരാ യദുക്കുട്ടാ ജീവിതം.